ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് 4ാം ക്ലാസ്സിൻ്റെ EVS ആണ്. അതായത് എൻവയോൺമെൻറ്റൽ സയൻസ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്റർ, രണ്ടാമത് വരുന്ന ചാപ്റ്ററാണ് മാർവൽസ് ഓഫ് സ്കൈ. 6th ചാപ്റ്റർ മാർവൽസ് ഓഫ് സ്കൈ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ്, അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ലാസ്റ്റ് വരുന്ന ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമ്മൾ ഈ ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് 2 വീഡിയോസ് ആയിട്ടാണ്, 2 ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോയിൽ ബാക്കിയുണ്ടായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മാർവൽസ് ഓഫ് സ്കൈ. അപ്പോൾ ആദ്യം തന്നെ ആകാശത്തിൻ്റെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. അതിനെ തുടർന്നിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം. ഹാവ് യു ഒബ്സർവ്ഡ് ദ സ്കൈ അറ്റ് നൈറ്റ്? നിങ്ങൾ രാത്രി കാലങ്ങളിൽ ആകാശം നോക്കിയിട്ടുണ്ടോ? വാട്ട് ആർ ദ സൈറ്റ്സ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ സ്കൈ ഡ്യൂറിങ് നൈറ്റ് ആൻഡ് വാട്ട് അബൌട്ട് ദ സൈറ്റ്സ് ഇൻ ദ സ്കൈ ഡ്യൂറിങ് ഡേ ടൈം? ആദ്യം തന്നെ നിങ്ങൾ രാത്രി ആകാശം നിരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പം നമുക്ക് രാത്രി നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സ്കൈയിൽ കാണാൻ പറ്റുക, പകൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രി കാലങ്ങളിൽ വി ക്യാൻ സീ ദ മൂൺ, സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. നമുക്ക് എന്തൊക്കെ കാണാം? ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്ലാനറ്റ്സ്, ചില പ്ലാനറ്റ്സിനെ കാണാൻ കഴിയും കേട്ടോ. ഡ്യൂറിങ് ദ ഡേ ടൈമിൽ ദ സ്കൈ ഈസ് ഡോമിനേറ്റഡ് ബൈ ദ സൺ. രാവിലെ എന്തായിരിക്കും? സൂര്യനെ നമുക്ക് നോക്കാനൊന്നും പറ്റില്ല, പക്ഷെ സൂര്യനായിരിക്കും ആകാശത്ത് കൂടുതലായിട്ട് പ്രതിഫലിച്ച് നിൽക്കുക. ഓക്കെ, അടുത്തത് ഇൻ വിച്ച് ഡയറക്ഷൻ ക്യാൻ ദ സൺ ബി സീൻ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്? രാവിലെ സണ്ണിൻ്റെ ഡയറക്ഷൻ എവിടെയായിരിക്കും, രാത്രി എവിടെയായിരിക്കും, ഈവനിങ് എവിടെയായിരിക്കും എന്നാണ് കേട്ടോ. മോർണിംഗ് ടൈമിൽ സണ്ണിൻ്റെ ഡയറക്ഷൻ ഈസ്റ്റിലാണ്, അതായത് കിഴക്കായിരിക്കും. ഈവനിങ് സമയം വെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അടുത്തത് വാട്ട് ആർ ദ സ്ഫെറിക്കൽ ബോഡീസ് സീൻ ഇൻ ദ സ്കൈ? സ്കൈയിൽ എന്തൊക്കെ സ്ഫെറിക്കൽ ബോഡീസ് ആണ് ഉള്ളതെന്നാണ്. സൺ, മൂൺ, പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക. അടുത്തത് ഡസ് ദി എർത്ത് മൂവ്? ഹൗ ഡസ് ദ എർത്ത് മൂവ്? യു ഓൾറെഡി നോ ഹൗ ഡേ ആൻഡ് നൈറ്റ് ഒക്കർ, അല്ലേ? അപ്പോൾ എർത്ത് മൂവ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ എങ്ങനെയാണ് എർത്ത് മൂവ് ചെയ്യുന്നത്? നമുക്കറിയാം ഡേയും നൈറ്റും എങ്ങനെയാണ് ഒക്കർ ചെയ്യണമെന്നുള്ളത്, അല്ലേ? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അതിന് അവരൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അത് തന്നെയാണ് നമ്മുടെ ആൻസർ. അപ്പോൾ വേറെ ആൻസറിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ കേട്ടോ. എർത്ത് മൂവ്സ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ഓൾസോ മൂവ്സ് അറൗണ്ട് ദ സൺ. അതായത് ഭൂമി സ്വയം തിരിയുന്നുണ്ട്, അതിൻ്റെ ഒരു ആക്സിസിൽ, ഒരു തണ്ടിൽ നിന്നുകൊണ്ട് ഭൂമി എന്ത് ചെയ്യുന്നു? സ്വയം തിരിയുന്നുണ്ട്. അതേപോലെ തന്നെ സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? എർത്ത് കറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഡസ് ദി മൂൺ മൂവ്സ് ലൈക്ക് ദ എർത്ത്? മൂൺ അതേപോലെ തന്നെ, മൂണും അതുപോലെ തന്നെ എർത്ത് പോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. Let us understand the movement of the earth around the sun and the movement of the moon around the earth by observing the figure given below. അപ്പോൾ ഈ താഴത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൂവ്മെൻറ്റ്സ് അങ്ങോട്ട് മനസ്സിലാവുന്നതാണ് അവർ പറയുന്നത്. ഇതാണ് സണ്ണിന് ചുറ്റി എർത്ത് കറങ്ങി വരുന്ന ഓർബിറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ആരോട്ട് അവർ കാണിച്ചിരിക്കുന്നത് എർത്ത് കറങ്ങി വരുന്നതാണ്. എർത്തിൻ്റെ വൺ ഓഫ് ദ സാറ്റലൈറ്റ് ആണ് മൂൺ കറങ്ങി വരുന്നതാണ്. മൂൺ ആരെ കറങ്ങി വരും? മൂൺ എർത്തിനെ കറങ്ങി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ആൻസർ ആയിട്ട് നമുക്ക് വരും. അതായത് സണ്ണിന് ചുറ്റുന്നുണ്ട് ആര്? എർത്തിന് ആര് കറങ്ങി വരുന്നുണ്ട്? എർത്തിനെ ചുറ്റി ആര് വരുന്നുണ്ട്? മൂൺ വരുന്നുണ്ട്, ചന്ദ്രൻ. ഓക്കെ, എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്, യെസ് എഴുതുക കേട്ടോ. നെക്സ്റ്റ്, കണ്ടക്ട് എ റോൾ പ്ലേ അലോങ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ടു ഡിമോൺസ്ട്രേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഈ മൂവ്മെൻറ്റ് ഒരു റോൾ പ്ലേ ആയി അവതരിപ്പിക്കാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ് റൊട്ടേഷൻ, എന്താണ് റവല്യൂഷൻ? The movement of the earth in its own axis is called rotation. അതായത് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു, അതിൻ്റെ ഓൺ ആക്സിസിൽ അത് തിരിയുന്നു, അതിനെ റൊട്ടേഷൻ എന്ന് പറയുന്നു. റവല്യൂഷൻ എന്താ? ഭൂമി സൂര്യന് ചുറ്റി വരുന്നു, അല്ലേ? ദ മൂവ്മെൻറ്റ് ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് ഈസ് നോൺ ആസ് റവല്യൂഷൻ. എർത്ത് സൂര്യന് ചുറ്റി വരും, ഒരു ഫിക്സഡ് പാത്ത് ഉണ്ട്, ആ വഴിയിലൂടെ മാത്രമേ അത് കറങ്ങി വരുള്ളൂ. അതിനെ നമ്മൾ റവല്യൂഷൻ എന്ന് പറയും.
അടുത്തത് കൺസ്ട്രക്റ്റഡ് എ വർക്കിംഗ് മോഡൽ യൂസിംഗ് ബോൾസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ടു ഡിമോൺസ്ട്രേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത്. ഇത് നിങ്ങളൊരു ബോളൊക്കെ വെച്ചിട്ടൊരു മോഡൽ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കുക. അടുത്തത് നമുക്ക് വരുന്നത് അടുത്ത ബോക്സ് നോക്കിക്കോളൂ. ദ ടൈം റിക്വയർഡ് ഫോർ വൺ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 1 day 24 hours. അതായത് നമുക്ക് രാത്രിയും പകലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്കറിയാം ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണെന്നുള്ളത് അല്ലേ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി അതിൻ്റെ ഒരു കറക്കം കറങ്ങി വരാൻ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വന്തം ആക്സിസിൽ 1 റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന സമയമാണ് 1 day, ഒരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എർത്ത് റിക്വയർസ് 1 year. എർത്തിന് ഒരു വർഷം വേണം, അതായത് 365 1/4 days, 365 ദിവസം വേണം ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റി വരുന്നതാണ്, എർത്ത് സണ്ണിനെ ചുറ്റി വരും. ഓക്കെ, അതിന് വേണ്ടത് ഒരു വർഷമാണ് കേട്ടോ. അപ്പോൾ റൊട്ടേഷന് ഒരു ദിവസം മതി, റവല്യൂഷന് ഒരു വർഷം. ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത് ഈസ് ദ റിസൾട്ട് ഓഫ് ഇറ്റ്സ് റൊട്ടേഷൻ. അപ്പോൾ രാത്രിയും പകലും ഉണ്ടാവുന്നത് റൊട്ടേഷൻ ആണോ റവല്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ രാത്രിയും പകലും ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ചെയ്യാൻ കാരണം ഭൂമിയിൽ റൊട്ടേഷൻ, അതായത് എർത്ത് കറങ്ങുന്നത് കൊണ്ടാണ്, റൊട്ടേഷൻ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തത് സോളാർ സിസ്റ്റം തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ആകെ 8 പ്ലാനറ്റാണ് ഉള്ളത്. ഇതാണ് ആ 8 പ്ലാനറ്റ്സ്. 8 പ്ലാനറ്റ്സും സണ്ണിനെ തന്നെയാണ് കറങ്ങി വരുന്നത്. സണ്ണാണ് സെൻറ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും അടുത്ത് മെർക്കുറിയാണ്. സണ്ണിനോട് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് മെർക്കുറി, വീനസ്, എർത്ത്, മാസ് കണ്ടല്ലോ ഈ എഴുതിയിരിക്കുന്നത്. പിന്നെ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? സോളാർ സിസ്റ്റമാണ് കാണുന്നത്, സൗരയൂഥം മലയാളത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സെലസ്ട്രിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ? സണ്ണിനെ ചുറ്റുന്നത് ആരൊക്കെയാണ്? പ്ലാനറ്റ്സ് ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. പ്ലാനറ്റ്സ് മാത്രമല്ല, പിന്നെയും കുറേ കാര്യങ്ങൾ സണ്ണിനെ കറങ്ങി അവിടെ ഉണ്ട്. പക്ഷെ നമുക്കിതിൽ കാണിച്ചിരിക്കുന്നത് സെലസ്ട്രിയൽ ബോഡി ആരൊക്കെയാണ്? പ്ലാനറ്റ്സ് ആണ്. അവരുടെ പേരൊന്നും എഴുതുക കേട്ടോ. ഇവിടെ നെപ്റ്റ്യൂണിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, അത് ഞാൻ എഴുതി തരാം. ഇതാ എന്നീ ഉണ്ട് കേട്ടോ. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഇൻ ദെയർ പാത്ത്? ഇവർ കറങ്ങുന്ന ഈ വെള്ള വര കണ്ടോ, ഇതാണ് ഇവരുടെ പാത്ത്, അവരുടെ വഴി. ഓക്കെ, അതിനെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ട്. അതായത് ദ സെലസ്ട്രിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ഡെഫിനിറ്റ് പാത്ത്സ് ആർ നോൺ ആസ് പ്ലാനറ്റ്സ്. ഇവർക്കൊക്കെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാവും. ഇപ്പോൾ ജൂപ്പിറ്റർ ഇതിലാണ് കറങ്ങുന്നത്. ജൂപ്പിറ്റർ ഈ ഒരു വഴി വേണ്ടാന്ന് വെച്ചിട്ട് സാറ്റേണിൻ്റെ വഴിയിൽ കൂടെ പോയി കറങ്ങില്ല. ഇവരെപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള വഴിയിലൂടെ മാത്രമേ കറങ്ങുള്ളൂ. അതായത് അതിനെയാണ് ഓർബിറ്റ് എന്ന് പറയുക. അടുത്ത ചോദ്യം, ഹൗ മെനി പ്ലാനറ്റ്സ് ദാറ്റ് മൂവ് അറൗണ്ട് ദ സൺ? സണ്ണിന് ചുറ്റും എത്ര പ്ലാനറ്റ്സ് ആണ്? 8 പ്ലാനറ്റുകളാണ്, 8 പ്ലാനറ്റ്സ്. അടുത്ത ചോദ്യം, വിച്ച് പ്ലാനറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദി സൺ? സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് മെർക്കുറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാനറ്റ് ഈസ് ദ ഫാർദസ്റ്റ് ഫ്രം ദ സൺ? സണ്ണിൽ നിന്ന് ഏറ്റവും അകലത്തിൽ നെപ്റ്റ്യൂൺ. ലിസ്റ്റ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദിയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. അതായത് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനറ്റ്സിൻ്റെ പേരുകൾ എഴുതുക. അതായത് ഏറ്റവും അടുത്ത് ആരാണ് എന്നുള്ള, അടുത്ത് മെർക്കുറി, വീനസ്, അങ്ങനെ ആ ഓർഡറിൽ എഴുതുക കേട്ടോ, അടുത്തുനിന്ന് എഴുതുക. അപ്പോൾ ഇതാണ് ഓർഡർ: മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. 8 പ്ലാനറ്റ്സും സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണിത്, സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ ബേസിസിൽ. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് സെലസ്ട്രിയൽ ബോഡി റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്? എർത്തിനെ ചുറ്റുന്നത് മൂണാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ആവശ്യമുള്ളതാണ്, എന്താണ് സാറ്റലൈറ്റ്, എന്താണ് സോളാർ സിസ്റ്റം. ഇമ്പോർട്ടൻ്റ് ആണത്. ദ സെലസ്ട്രിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ആർ നോൺ ആസ് സാറ്റലൈറ്റ്സ്. കണ്ടല്ലോ, അതായത് പ്ലാനറ്റ്സിന് ചുറ്റുന്ന സെലസ്ട്രിയൽ ബോഡീസ് ഉണ്ട്. സെലസ്ട്രിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ പ്ലാനറ്റ്, പ്ലാനറ്റിനെ ചുറ്റുന്ന ആ ഒരു സംഭവങ്ങളെയാണ് സാറ്റലൈറ്റ് എന്ന് പറയുക. ഭൂമിക്ക് നാച്ചുറലായിട്ട് ഒരു സാറ്റലൈറ്റ് ഉണ്ട്, അതാണ് മൂൺ എന്ന് പറയുന്നത്. നമ്മുടെ ചന്ദ്രൻ, രാത്രിയിൽ നമ്മൾ കാണുന്ന ചന്ദ്രൻ എർത്തിൻ്റെ സാറ്റലൈറ്റ് ആണ്. അടുത്തത് സോളാർ സിസ്റ്റം ഈസ് ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദ പ്ലാനറ്റ്സ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ സൺ, സാറ്റലൈറ്റ്സ് ഓഫ് ദീസ് പ്ലാനറ്റ്സ് ആസ് വെൽ as മെനി അതർ സെലസ്ട്രിയൽ ബോഡീസ്.
അപ്പോൾ എന്താണ് സോളാർ സിസ്റ്റം ചോദിച്ചാൽ, സോളാർ സിസ്റ്റത്തിൽ സൺ ഉണ്ടാവും, പ്ലാനറ്റ്സ് ഉണ്ടാവും, അതുപോലെ സണ്ണിനെ ചുറ്റുന്ന ബാക്കി സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ടാവും, സാറ്റലൈറ്റുകൾ ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സോളാർ സിസ്റ്റം. സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകൾ അല്ലാട്ടോ, ഉപഗ്രഹങ്ങൾ എന്നാണ് പറയുക. ആ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട്, അതായത് അവിടെ തന്നെ ഉള്ള, ഇപ്പോൾ നമ്മൾ മൂൺ പറയുന്ന പോലെ ചില ഗ്രഹങ്ങൾക്ക് ഉണ്ടാവും, ചില ഗ്രഹങ്ങൾക്ക് സാറ്റലൈറ്റുകൾ ഉണ്ടാവില്ല. അതിനെയാണ് ഇവിടെ സാറ്റലൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്, അത് ഞാൻ വായിക്കുന്നില്ല. ഇനി മൂൺ എ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. മൂണാണ് എർത്തിൻ്റെ സാറ്റലൈറ്റ്. ഡു യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്കൈയിൽ മൂണിനെ? യെസ്, കണ്ടിട്ടുണ്ടാവുമല്ലോ. ചന്ദ്രനെ കാണാത്തവരുണ്ടാവില്ല. യെസ് എഴുതുക. ഡസ് ഇറ്റ് ഹാവ് ദ സെയിം ഷേപ്പ് എവറി ഡേ ഇൻ ദ സ്കൈ? നോ. ഒരേ ഷേപ്പാണോ അതിനെ? ചന്ദ്രനെ നമ്മൾ ഒരു ദിവസം ചന്ദ്രക്കലയായിട്ട് കാണും, പിന്നെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള ചന്ദ്രനായിട്ട് പൂർണ്ണ ചന്ദ്രനായി മാറും, പിന്നെ അടുത്ത ദിവസം കാണില്ല, പിന്നെ പതുക്കെ പതുക്കെ ഒരു ചന്ദ്രക്കല, അങ്ങനെയാണ് വരിക അല്ലേ? ഇതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ റീസണിലേക്ക് കടക്കാം. അടുത്തതൊരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, എല്ലാം അവരവിടെ തന്നിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. നമുക്കതിൻ്റെ റീസൺ നോക്കാം. ഇതാണ് ആ ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ ഓരോ ദിവസവും നമുക്കറിയാം, ഇത് കണ്ടല്ലോ, ചില ദിവസങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ പൂർണ്ണ ചന്ദ്രനായിരിക്കും. പൂർണ്ണചന്ദ്രൻ അടുത്ത ദിവസം എന്തായി മാറും? ഇതുപോലെ ആയിട്ടുണ്ടാവും. അടുത്ത ദിവസം ഇങ്ങനെ, അടുത്ത ദിവസം ഇങ്ങനെ ആവാം അല്ലേ? പിന്നെ ഒന്നും കാണാത്ത ഒരു ഡാർക്ക് ആയിട്ടുള്ള ഇത് വരും, പിന്നെ വീണ്ടും തെളിഞ്ഞു വരും. ഇങ്ങനെയാണ് ഇത് നടക്കുക കേട്ടോ, റൊട്ടേഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം നോക്കാം. ദ ഫുൾ മൂൺ ഇസ് ദ ഡേ ഇൻ വിച്ച് ദ എൻറ്റയർ ഇല്ലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ ഫ്രം ദ എർത്ത്. ഇതാണ് ഫുൾ മൂൺ കേട്ടോ. ഈ ഫുൾ മൂണിൻ്റെ പ്രത്യേകത, എർത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പൂർണ്ണ ചന്ദ്രനെ കാണാൻ പറ്റും. അതിൻ്റെ പ്രകാശമുള്ള ഭാഗം ഫുള്ള് നമുക്ക് എർത്തിൽ നിന്ന് നോക്കുമ്പോൾ വിസിബിൾ ആകുന്നു എങ്കിൽ അത് ഫുൾ മൂൺ ഡേ ആണ്. ഓക്കെ, ലെറ്റ്സ് എക്സാമിൻ ദ പൊസിഷൻ ഓഫ് ദ സൺ, ദ എർത്ത് ആൻഡ് ദ മൂൺ ഓൺ എ ഫുൾ മൂൺ ഡേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫുൾ മൂൺ ഡേയിൽ എങ്ങനെയാണ് എർത്തിൻ്റെ, സണ്ണിൻ്റെ, മൂണിൻ്റെ ഒക്കെ പൊസിഷൻ വരുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, സണ്ണ് ഇവിടെ ഉണ്ട്, എർത്ത്, മൂണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. വെൻ ദ എർത്ത് ഇസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ, സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയ്ക്ക് ആര് വരുന്നു? എർത്ത് വരുന്നു. എർത്ത് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയ്ക്ക് വരികയാണെങ്കിൽ അത് എർത്ത് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയ്ക്ക് വരികയാണെങ്കിൽ അത് ഫുൾ മൂൺ ഡേ ആണ്. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് സണ്ണിൻ്റെയും എർത്തിൻ്റെ ഇടയ്ക്ക് മൂൺ വരുന്ന പിക്ചറാണ്. സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഇടയ്ക്ക് മൂൺ വരുന്നു, അതിനെ നമ്മൾ എന്തു പറയും? അതിനെ ന്യൂ മൂൺ ഡേ എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ദ മൂൺ ഇസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്, നോൺ ഇല്യൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഫേസിങ് ദ എർത്ത് അപ്പിയേഴ്സ് ഡാർക്ക്. അപ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു പ്രകാശമില്ലാതെ ഡാർക്കായിട്ട് കാണുന്ന ഭാഗമാണ്, അങ്ങനെ കാണുവാണെങ്കിൽ അത് ന്യൂ മൂൺ ഡേ ആണ്. ദ ഡേ ഇൻ വിച്ച് ദ മൂൺ ഇസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ ടു അസ് ഇസ് കാൾഡ് ന്യൂ മൂൺ ഡേ. നമ്മൾ അമാവാസി എന്നൊക്കെ പറയില്ലേ, ഇരുട്ടായിരിക്കും, മൊത്തം നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല, അങ്ങനെയുള്ളത് ന്യൂ മൂൺ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് എഴുതുക, അത്രേ ഉള്ളൂ. അതുതന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നതിനെയാണ് ഞാൻ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഫുൾ മൂൺ വായിക്കാം. ഈ ഫുൾ മൂൺ അക്കേഴ്സ് വെൻ ദ എർത്ത് ഇസ് പൊസിഷൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ. ഫുൾ മൂൺ പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ പൊസിഷൻ സണ്ണിനും മൂണിനും ഇടയ്ക്കായിരിക്കും. ദ സൈഡ് ഓഫ് ദ മൂൺ ഫേസിങ് എർത്ത് ഈസ് ഫുള്ളി ഇല്യൂമിനേറ്റഡ് ബൈ ദ സൺ, മേക്കിംഗ് ഇറ്റ് അപ്പിയർ ആസ് എ കംപ്ലീറ്റ് സർക്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. ന്യൂ മൂൺ ആണെങ്കിൽ എ ന്യൂ മൂൺ അക്കേഴ്സ് വെൻ ദ മൂൺ ഇസ് പൊസിഷൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്. സണ്ണിനും എർത്തിനും ഇടയ്ക്കായിരിക്കും മൂൺ വരിക. ദ നോൺ ഇല്യൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഫേസസ് ദ എർത്ത്. അതായത് ആ പ്രകാശമില്ലാത്ത ഡാർക്ക് ഭാഗമായിരിക്കും എർത്തിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മേക്കിംഗ് ദ മൂൺ അപ്പിയർ ഡാർക്ക് ആൻഡ് നോട്ട് വിസിബിൾ ടു അസ്. അപ്പം നമുക്ക് ചന്ദ്രനെ കാണില്ല, നമുക്ക് ഡാർക്കായിട്ടായിരിക്കും വിസിബിൾ ആവുക. ഇനി ഒബ്സർവ് ദ മൂൺ ഫ്രം ന്യൂ മൂൺ ടു ഫുൾ മൂൺ. നിങ്ങളൊരു ന്യൂ മൂൺ ഡേയിൽ നിന്ന് ഒരു ഫുൾ മൂൺ ഡേ വരയ്ക്ക് നിങ്ങൾ മൂണിനെ ഒബ്സർവ് ചെയ്യാം, ചന്ദ്രനെ ഒബ്സർവ് ചെയ്യുക ദിവസവും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഷേപ്പിലാണ് കാണാൻ പറ്റുക എന്നാണ് ചോദ്യം. ഞാൻ ഒബ്സർവ് ചെയ്തതാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേ ഡേയ്സിൽ നിങ്ങൾ മാറി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ രീതിക്കായിരിക്കും മൂണ് വിസിബിൾ ആവുക. ഫസ്റ്റ് ഡേ ഒരു 8 മണിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് സർക്കിൾ, ന്യൂ മൂൺ ഡേ എനിക്ക് കണ്ടതാണ്, ഞാൻ എഴുതിയിരിക്കുന്നത് ഡാർക്ക് സർക്കിൾ ആയിരിക്കും, ന്യൂ മൂൺ നമ്മളതിനെ പറയും. ഫോർത്ത് ഡേ 9 മണി, ക്രസൻറ്റ് ഷേപ്പാണ്, ഒരു ചന്ദ്രക്കല പോലെ, റൈറ്റ് സൈഡ് ഇല്യൂമിനേറ്റഡ് ആയിരിക്കും, അതിനെ നമ്മൾ വാക്സിംഗ് ക്രസൻറ്റ് എന്ന് പറയും. 7th ഡേ 8 PM ആണ് ടൈം ഓഫ് ഒബ്സർവേഷൻ. എ ഹാഫ് സർക്കിൾ, അതായത് ഒരു പകുതി നമുക്ക്
സർക്കിൾ കാണാൻ പറ്റും, പകുതി വെളിച്ചമുണ്ടാവും. ഇല്യൂമിനേറ്റഡ് ഓൺ ദ റൈറ്റ് സൈഡ്, ഫസ്റ്റ് ക്വാർട്ടർ ആണ് കേട്ടോ. സ്പെല്ലിംഗ് FIR ആണ്, ഫസ്റ്റ് ക്വാർട്ടർ ആണ് കേട്ടോ. 10th ഡേ 10 PM. ഈ ഗിബ്ബസ് ഷേപ്പ് ആണ്, സോറി, മോർ ദാൻ ഹാഫ് ഇല്യൂമിനേറ്റഡ് ഓൺ ദ റൈറ്റ് സൈഡ്, പകുതിയിൽ കൂടുതൽ വെളിച്ചം ആയിട്ടുണ്ടാവും. വാക്സിൻ ഗിബ്ബസ് ആണ് ഇതിനെ പറയാം. അപ്പം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഷേപ്പും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഷേപ്പ് ഉള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം, എങ്ങനെയാണ് ഷേപ്പ് വരിക എന്നുള്ളത്. കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ പറഞ്ഞാൽ ഇത് പകുതിയോളം എന്താണ്, പകുതി ഡാർക്കും പകുതി വെളിച്ചം ഉണ്ടാവും. വാക്സിൻ ക്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, ചന്ദ്രക്കല. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അമാവാസ്യയാണ്, ഫുൾ ഡാർക്കാണ്. എഗൈൻ നമുക്ക് വാക്സിൻ ക്രസൻറ്റ് തന്നെയാണ് വരിക. ഇത് എക്സ് ആണ് കേട്ടോ, അല്ല ഇത് വാനിങ് ആണ്, വാക്സിൻ അല്ല. നമുക്ക് ഇതാണ് ഞാൻ കണ്ട ഷേപ്പുകൾ. വാക്സിൻ ക്രസൻറ്റ്, ഫസ്റ്റ് ക്വാർട്ടർ, വാക്സിൻ ഗിബ്ബസ്, ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ദെൻ ഫുൾ മൂൺ ആവും, പിന്നെ വാനിങ് ആണ്, വാനിങ് ഗിബ്ബസ്, തേർഡ് ക്വാർട്ടർ, വാനിങ് ക്രസൻറ്റ്, ഇങ്ങനെയാണ് വരിക കേട്ടോ. തെളിഞ്ഞു വരുന്നതും അത് ഇല്ലാതെ ആവുന്നതും രണ്ടിനും രണ്ട് പേരാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.